വേൾഡിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +2 സുവോളജിയിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ എക്സാമിനൊക്കെ വേണ്ടി മാത്രമായിട്ടുള്ള ചെറിയൊരു പ്രിപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ ചാപ്റ്ററിൻ്റെ ഒരു സ്ട്രക്ചറിൽ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പോകുന്നൊരു വീഡിയോ ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. പല പോയിൻറ്റ്സും ചിലപ്പോൾ നമ്മൾ അൺഇമ്പോർട്ടൻ്റ് ആയതോ അല്ലെങ്കിൽ കൂടുതൽ സമയം എടുക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ മാത്രം ഈ ഒരു വീഡിയോ കാണുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് നോർമലി കൂടുതൽ വരുന്നത് മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. പുരുഷന്മാരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ പറ്റിയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളുള്ളത്. ഒന്നാമതായി ടെസ്റ്റിസ്, ആക്സസറി ഡക്റ്റ്, ആക്സസറി ഗ്ലാൻസ്, അതുപോലെ എക്സ്റ്റേണൽ ജെനറ്റാലിയ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റീപ്രൊഡക്റ്റീവ് ഓർഗാൻ പുരുഷന്മാരിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടെസ്റ്റിസ് ആണ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റിസുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പറയാൻ പോകുന്നത്. പുരുഷന്മാരുടെ ബോഡിയിൽ ഒരു ജോഡി ടെസ്റ്റിസ് ആണ് ഉണ്ടാവുക. ഇതാണ് ഒരു മെയിൽ ബോഡിയിലെ ടെസ്റ്റിസ്. ഓക്കെ, സോ ഈ ടെസ്റ്റിസിൻ്റെ പ്രത്യേകത, ടെസ്റ്റിസിലാണ് നമ്മുടെ മെയിൽ ബോഡിയിൽ റീപ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള സ്പേമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്പേം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്പേമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെസ്റ്റിസ് എന്തുകൊണ്ടാണ് പുരുഷന്മാരുടെ ശരീരത്തിൻ്റെ പുറമെ സ്ക്രോട്ടം എന്ന് വിളിക്കുന്ന ഒരു പൗച്ചിൻ്റെ അകത്ത് കാണുന്നത് എന്ന് ചോദിക്കാറുണ്ട്. സോ ടെസ്റ്റിസ് നിലനിൽക്കുന്ന ഈ ഒരു പൗച്ചിനെ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടം. ഓക്കെ, ഈ സ്ക്രോട്ടത്തിൽ എന്തുകൊണ്ടാണ് ടെസ്റ്റിസ് നിലനിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേമുകൾ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറാണ് വേണ്ടത്. നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ 37 ഡിഗ്രിയാണ്. ഇതിനേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി വരെ ടെമ്പറേച്ചർ കുറവാണ് വേണ്ടത് എന്തിന്, സ്പേമുകൾ ഫോം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു കുറഞ്ഞ ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയാണ് ടെസ്റ്റിസ് ബോഡീൻ്റെ പുറമെ സ്ക്രോട്ടം എന്ന് വിളിക്കുന്ന ഒരു പൗച്ചിൻ്റെ അകത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് പലപ്പോഴും എക്സാമിന് വന്നിട്ടുണ്ട്. ആ ഒരു പോയിൻ്റ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സ്ക്രോട്ടം ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് എ ലോ ടെമ്പറേച്ചർ. ഓക്കെ, temperature of the testis lower than body temperature which is necessary for spermatogenesis. ഇതാണ് ഈ ഒരു ഭാഗത്ത് സാധാരണ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ദിസ് ഈസ് എ ടെസ്റ്റിസ്, ഇതൊരു ടെസ്റ്റിസാണ്. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റിസിൻ്റെ പ്രത്യേകത, ഈ ടെസ്റ്റിസിൻ്റെ അകത്ത് ഒരുപാട് ചേംബറുകൾ കാണാൻ പറ്റും, ഒരുപാട് അറകൾ. ഇപ്പോൾ ഇതൊരു ടെസ്റ്റിസ് ആണെങ്കിൽ ഈ ടെസ്റ്റിസിൻ്റെ അകത്ത് ഇങ്ങനെ ഒരുപാട് കമ്പാർട്ട്മെൻറ്റുകൾ കാണാൻ പറ്റും. ഈ കമ്പാർട്ട്മെൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. ഇനി ഈ ഓരോ കമ്പാർട്ട്മെൻറ്റിൻ്റെയും അകത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ധാരാളം കോയിൽഡ് ട്യൂബുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ട്യൂബുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബുകൾ എന്നാണ് വിളിക്കുക. ഓക്കെ, എന്താ വിളിക്കുക? സെമിനിഫറസ് ട്യൂബുകൾ. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ഒരു കമ്പാർട്ട്മെൻറ്റാണ്, ഇത് വേറൊരു കമ്പാർട്ട്മെൻറ്റാണ്, ഇത് വേറൊരു കമ്പാർട്ട്മെൻറ്റാണ്. ഈ ഓരോ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് കാണുന്ന ഈ ഒരു ഭാഗം ഇതിനെയാണ് നമ്മൾ സെമിനിഫറസ് ട്യൂബുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ സെമിനിഫറസ് ട്യൂബുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെമിനിഫറസ് ട്യൂബുകളുടെ ഉൾഭാഗത്ത്, ഓക്കെ, സെമിനിഫറസ് ട്യൂബുകളുടെ അകത്ത് 2 തരം സെല്ലുകളെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ സെമിനിഫറസ് ട്യൂബുകളുടെ അകത്ത് 2 തരം സെല്ലുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് സെമിനിഫറസ് ട്യൂബുകൾ കേട്ടോ. ഈ സെമിനിഫറസ് ട്യൂബുകളുടെ ഉൾഭാഗത്ത്, ഇപ്പോൾ ഉദാഹരണം ഇതിൻ്റെ ഉൾഭാഗത്ത് ഇവിടെ 2 തരം സെല്ലുകളുണ്ട്. അപ്പോൾ അത് ചോദിക്കാറുള്ളതാണ്. അതിൽപ്പെട്ട ഒന്നാമത്തതാണ് സ്പെർമാറ്റോഗോണിയ. ഓക്കെ, ഈ സ്പെർമാറ്റോഗോണിയയും അതുപോലെ രണ്ടാമത്തെ തരം സെൽസാണ് സെർട്ടോളി സെൽസ്. ഓക്കെ, ഈ 2 സെല്ലുകളുടെ ഫങ്ഷൻസ് പലപ്പോഴായിട്ട് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായി നോട്ട് ചെയ്യണം. അപ്പോൾ സെമിനിഫറസ് ട്യൂബുകളുടെ അകത്ത് 2 തരം സെല്ലുണ്ട്. ഒന്ന് സ്പെമറ്റോഗോണിയയും 2 സെർട്ടോളി സെല്ലുകളുമാണ്. ഈ സ്പെമറ്റോഗോണിയയുടെ ഫംഗ്ഷൻ എന്താ ചോദിച്ചാൽ ഇവന്മാരാണ് സ്പേമുകളായിട്ട് മാറുന്നത്. സോ നമുക്കിങ്ങനെ ചുരുക്കി പറയാം, സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം സ്പെമറ്റോഗോണിയ. ഓക്കെ, രണ്ടാമത്തതാണ് സെർട്ടോളി സെല്ലുകൾ. ഈ സെർട്ടോളി സെല്ലുകളുടെ ഫങ്ഷൻസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്പേംസിന് ആവശ്യമായ നറിഷ്മെൻറ്റ്, പോഷണം ലഭ്യമാക്കുന്നത് സെർട്ടോളി സെല്ലുകളാണ്. ഓക്കെ, അപ്പോൾ ഈ 2 സെല്ലുകളുടെ പേരും അവയുടെ ഫങ്ഷൻസും എക്സാമിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെസ്റ്റിക്കുലാർ ലോബ്യൂളുടെ അകത്ത് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ 2 തരം സെല്ലുകളുണ്ട്, സ്പെമറ്റോഗോണിയയും സെർട്ടോളി സെല്ലുകളും. സ്പെമറ്റോഗോണിയ സ്പേമുകളായി ഡെവലപ്പ് ചെയ്യുന്നു, സെർട്ടോളി സെല്ലുകൾ സ്പേംസിന് ആവശ്യമായ നറിഷ്മെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ PDF വരാൻ വിട്ടുപോയ ഒരു കൺസെപ്റ്റ് കൂടിയുണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ പുറമെയുള്ള സ്ഥലത്ത്, ഉദാഹരണമായിട്ട് ഈ ഒരു സ്ഥലം, ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂളാണ്, ഇത് വേറെ സെമിനിഫറസ് ട്യൂബ്യൂളാണ്. അപ്പോൾ ഇവരുടെ പുറമെയുള്ള സ്ഥലം ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലം, സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ പുറമെയുള്ള സ്ഥലത്ത് കാണപ്പെടുന്ന സെല്ലുകളുടെ പേരാണ് ലൈഡിക് സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. ലൈഡിക് സെൽസ്. സോ ലൈഡിക് സെൽസ് ആർ ഫൗണ്ട് ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ. ഓക്കെ, ലൈഡിക് സെല്ലുകൾ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ പുറമെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ലൈഡിക് സെല്ലുകളുടെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്രോജൻ എന്ന് വിളിക്കുന്ന, എന്താ പേര്, ആൻഡ്രോജൻ എന്ന് വിളിക്കുന്ന മെയിൽ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലൈഡിക് സെല്ലുകളാണ്. സോ ലൈഡിക് സെല്ലുകളുടെ ഫങ്ഷൻ ദേ പ്രൊഡ്യൂസ് മെയിൽ സെക്സ് ഹോർമോൺ കോൾഡ് ആൻഡ്രോജൻ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാമിന് വരാറുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു ചിത്രം തന്നുകൊണ്ട് പലപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഓവറി എന്ന് വിളിക്കുന്നത്. ഓവറിയുടെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറിയാണ് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലാണെന്ത്, ഓർഗാനാണെന്ത്, ഓവറി. ഓക്കെ, ഇനി ഈ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം അല്ലെങ്കിൽ യൂട്രസ് ആണ് നമ്മൾ ഈ ഒരു കാണുന്നത്. ദിസ് ഈസ് കോൾഡ് യൂട്രസ്. ഈ ഭാഗമാണ് യൂട്രസ്. ഓക്കെ, ഈ ഗർഭപാത്രത്തിൻ്റെ 3 ലെയറുകൾ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഗർഭപാത്രത്തിൻ്റെ അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോമെട്രിയം. ദിസ് ലെയർ ഈസ് കോൾഡ് എൻഡോമെട്രിയം. ഓക്കെ, ഇനി യൂട്രസിൻ്റെ മിഡിൽ ലെയറാണ് മയോമെട്രിയം. മയോമെട്രിയത്തിൽ ധാരാളമായിട്ട് സ്മൂത്ത് മസിൽസ് കാണാൻ പറ്റും. സ്മൂത്ത് മസിൽസ്. ഓക്കെ, ഒരു യൂട്രസിൻ്റെ ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ലെയറാണ് പെരിമെട്രിയം. ഓക്കെ, അപ്പോൾ യൂട്രസിൻ്റെ 3 ലെയേഴ്സ് എൻഡോമെട്രിയം, മയോമെട്രിയം ആൻഡ് പെരിമെട്രിയം. ഏറ്റവും ഉള്ളിൽ എൻഡോമെട്രിയം. എൻഡോ മീൻസ് ഇന്നർ എന്ന മീനിങ് ആണ്. ഓക്കെ, ഇനി ഏറ്റവും പുറമുള്ള ലെയർ പെരിമെട്രിയം ആൻഡ് മിഡിൽ ലെയർ മയോമെട്രിയം. ഓക്കെ, ഇനി ഈ ഓവറിയെ ഗർഭപാത്രവുമായി കണക്റ്റ് ചെയ്യുന്ന ഈ ഒരു ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫലോപ്പിയൻ ട്യൂബ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവറി. ഈ ഓവറിയിൽ നിന്നും ഇങ്ങനെ ഈ റിലീസ് ചെയ്യുന്ന ഓവം എന്ത് ചെയ്യും, ഈ ഓവം ചെയ്യും ഈ ഫലോപ്പിയൻ ട്യൂബിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഗർഭപാത്രത്തിലെത്തുന്നത്. അപ്പോൾ ഈ ഫലോപ്പിയൻ ട്യൂബിനെ നമ്മൾ ഓവിഡക്റ്റ് എന്നും വിളിക്കും കേട്ടോ. ഓവിഡക്റ്റ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഫലോപ്പിയൻ ട്യൂബിലൂടെ ഓവം സഞ്ചരിക്കുന്ന ട്യൂബാണെന്ത്, ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്. ഓക്കെ, നമ്മൾ പറഞ്ഞെന്തോ ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ, ടേംസ്. ഓക്കെ, ലീവ് ഇറ്റ്. അപ്പോൾ ഈ ഫലോപ്പിയൻ ട്യൂബിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. അതിൽ ഓവറിയോട് ചേർന്നിട്ടുള്ള ഈ ഭാഗത്തെ നമ്മൾ ഇൻഫൻറ്റിബുലം എന്നാണ് വിളിക്കുക. അതുപോലെ ഇതിൻ്റെ മിഡിൽ പാർട്ടിനെ നമ്മൾ ആംബ്യുള എന്ന് വിളിക്കും. ഈ ഗർഭപാത്രത്തോട് അടുത്ത് നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ ഇസ്മസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഫലോപ്പിയൻ ട്യൂബിൻ്റെ 3 ഭാഗം ഇൻഫൻറ്റിബുലം, ആംബ്യുള, ഇസ്മസ്. ഈ ഇൻഫൻറ്റിബുലത്തിൻ്റെ തുടക്കത്തിൽ നമുക്കിതാ ഇതുപോലെ ഒരു ഭാഗം കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഫിംബ്രിയ എന്ന് വിളിക്കും. ഓക്കെ, ഫിംബ്രിയ എന്ന് വിളിക്കും. ഓവറിയിൽ നിന്നും പുറത്തോട്ട് വരുന്ന ഓവത്തെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ അകത്തോട്ട് അബ്സോർബ് ചെയ്ത് അല്ല വലിച്ചെടുക്കുന്നത് ഈ ഫിംബ്രിയയുടെ സാന്നിധ്യമാണ്. ഓക്കെ,
ഇത്രയാണ് ഒരു സ്ത്രീയുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതുപോലെ തന്നെ ഈ യൂട്രസിൻ്റെ താഴെയുള്ള ഈ ഭാഗത്ത് നമ്മൾ സെർവിക്സ് എന്നും ഇതിൻ്റെ ഈ കനാലിനെ നമ്മൾ സെർവിക്കൽ കനാൽ എന്നും ഏറ്റവും ഔട്ടർമോസ്റ്റായി വരുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ വെജൈന എന്നുമാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും എക്സാമിന് അങ്ങനെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരാറില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇത് തന്നെ വരുമെന്ന് ഉറപ്പില്ലെങ്കിൽ കൂടി നമ്മൾ പറയാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്പെർമാറ്റോജനസിസ്. സ്പെർമാറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് സ്പേംസ്. ഒരു മെയിൽ ബോഡിയിൽ സ്പേമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റോജനസിസ്. ഈ ജനസിസ് എന്ന ഒരു വേർഡിൻ്റെ മീനിങ് ഫോർമേഷൻ, ഉണ്ടാവുക എന്നാണ്. അപ്പോൾ സ്പേം ഉണ്ടാവുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? സ്പെർമാറ്റോജനസിസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്പേം ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെയിൽ ബോഡിയിലെ ടെസ്റ്റിസിലെ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഒരു സെല്ലുണ്ടല്ലോ, ആ സെല്ലിൻ്റെ പേരാണ് സ്പെർമാറ്റോഗോണിയ. സോ ദിസ് ഈസ് എ സ്പെർമാറ്റോഗോണിയ. നമ്മൾ നേരത്തെ പഠിച്ചൊരു പോയിൻ്റാണ്, സ്പെർമാറ്റോഗോണിയയിൽ നിന്നാണ് സ്പേമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ സ്പെർമാറ്റോഗോണിയകൾ എങ്ങനെയാണ് ഒരു സ്പേം ആയി മാറുന്നത് എന്നാണ് നമ്മൾ ഈ സ്പെർമാറ്റോജനസിസ് എന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നമ്മുടെ ബോഡിയിലെ ഒരു സെല്ലിൻ്റെ അകത്ത്, സപ്പോസ് ദിസ് ഇസ് എ സെൽ, ഈ സെല്ലിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവുമല്ലോ. ഈ ന്യൂക്ലിയസിൻ്റെ അകത്താണ് ക്രോമസോമുകൾ ഉണ്ടാവുക. നമുക്കറിയാവുന്ന ഒരു സംഭവമാണ് ക്രോമസോം. ഈ ഒരു ക്രോമസോമിൻ്റെ ഷേപ്പ് നമ്മൾ ഇങ്ങനെയാണ് വരച്ച് പഠിച്ചത്. ദിസ് ഇസ് എ ക്രോമസോം, ദിസ് ഇസ് എ സിംഗിൾ ക്രോമസോം. ഓക്കെ, അപ്പോൾ ഓരോ ജീവിയുടെയും സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്താണ് ക്രോമസോം ഉണ്ടാവുക. ഒരു ജീവിയിലുള്ള ക്രോമസോമിൻ്റെ എണ്ണം വേറൊരു ജീവിയുടെ ക്രോമസോം നമ്പറിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം. ഉദാഹരണമായി മനുഷ്യൻ്റെ ക്രോമസോം നമ്പർ 46 46 ക്രോമസോംസാണ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവുക. നമുക്ക് എവിടെ നിന്ന് 46 ക്രോമസോം കിട്ടിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 23 ക്രോമസോം വി ഗോട്ട് ഫ്രം അവർ ഫാദർ. ഓക്കെ, അതേപോലെ 23 ക്രോമസോം വി ഗോട്ട് ഫ്രം അവർ മദർ. നമ്മുടെ അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് 23 ക്രോമസോംസ്. ഓക്കെ, ഇനി ഫാദറിൽ നിന്ന് നമുക്ക് കിട്ടിയ ഈ 23 ക്രോമസോമിനെ നമ്മൾ ഒരു സെറ്റ് ക്രോമസോം എന്നാണ് വിളിക്കുക, ഒരു സെറ്റ് ക്രോമസോം. അതുപോലെ മദറിന് കിട്ടിയ 23 ക്രോമസോമിനെ നമ്മൾ മറ്റൊരു സെറ്റ് ക്രോമസോമായിട്ട് നമ്മൾ കാണും. ഓക്കെ, ഇങ്ങനെയുള്ള ഈ ക്രോമസോമുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്രോമസോംസ് നമുക്കുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ അപ്പോൾ ടോട്ടലി നമുക്ക് 46 ക്രോമസോം ഉണ്ടല്ലോ അല്ലേ? 46 ക്രോമസോം ഉണ്ട്. ഈ 46 ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താ? 1 സെറ്റ് ഫ്രം ഫാദർ പ്ലസ് 1 സെറ്റ് ഫ്രം മദർ ആണല്ലോ. അപ്പോൾ അതായത് നമുക്ക് 2 സെറ്റ് ക്രോമസോം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ 2 സെറ്റ് ക്രോമസോം ഉള്ള ഒരു സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലോയിഡ് സെൽ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഡിപ്ലോയിഡ് സെൽ. അപ്പോൾ ഈ ഡിപ്ലോയിഡ് എന്തതിന് കാണിക്കാൻ വേണ്ടി നമ്മൾ 2n എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നത് ഈ സ്പെർമാറ്റോഗോണിയ. അപ്പോൾ ഈ സ്പെർമാറ്റോഗോണിയൻ്റെ പ്രത്യേകത, ഇതൊരു ഡിപ്ലോയിഡ് സെല്ലാണ്. സ്പെർമാറ്റോഗോണിയ എന്താണ്? ഒരു ഡിപ്ലോയിഡ് സെല്ലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ 46 ക്രോമസോം ഉണ്ട്. ആ ക്രോമസോമിൻ്റെ എണ്ണാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ സ്പെർമാറ്റോഗോണിയ ഈസ് എ ഡിപ്ലോയിഡ് സെൽ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ 46 ക്രോമസോം. അപ്പോൾ നമ്മൾ ഈ സ്പെർമാറ്റോജനസിസ് പറയുന്നത് എങ്ങനെയാണ് ഈ സ്പെർമാറ്റോഗോണിയ ഒരു സ്പേം ആയി മാറുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ വിശദീകരിക്കാൻ പോകുന്നത്. ഓക്കെ, അത് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഇമേജിലൂടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചിത്രമാണ്. അപ്പോൾ ഇതിലൂടെ എക്സാമിന് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ ചിത്രം തന്നെ തന്നുകൊണ്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടില്ലേ സ്പെർമാറ്റോഗോണിയ. ഈ സ്പെർമാറ്റോഗോണിയ എങ്ങനെയാണ് ഒരു സ്പേം ആയിട്ട് മാറുന്നത് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ സ്പെർമാറ്റോഗോണിയ ഉണ്ടായല്ലോ. ഈ സ്പെർമാറ്റോഗോണിയ സ്പേം ആയി മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈറ്റോസിസ് നടക്കുക ചെയ്യുക. എന്ത് നടക്കും? മൈറ്റോസിസ്. ഈ മൈറ്റോസിസ് എന്തിനാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്പെർമാറ്റോഗോണിയകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് നടക്കുന്നത്? മൈറ്റോസിസ് നടക്കുന്നത്. സോ മൈറ്റോസിസിലൂടെ കണ്ടില്ലേ, ഇതൊരു സ്പെർമാറ്റോഗോണിയ. അത് മൈറ്റോസിസ് നടന്ന് 2 സ്പെർമാറ്റോഗോണിയായി, പിന്നെ 4 സ്പെർമാറ്റോഗോണിയ. അങ്ങനെ കൂടുതൽ സ്പെർമാറ്റോഗോണിയകൾ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ സ്റ്റേജാണെന്ത്? ഈ മൈറ്റോസിസ് ഡിഫറൻഷിയേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിരന്തരമായ സ്പെർമാറ്റോഗോണിയകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ,
ഇനി എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പെർമാറ്റോഗോണിയ മാത്രം പോരല്ലോ, സ്പേമുകളും വേണമല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽപ്പെട്ട ചില ആളുകൾ എന്ത് ചെയ്യും, സ്പേമുകളായി മാറാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ 3 ആൾക്കാരും ആ ഡിവിഷൻ തുടരുക കേട്ടോ. ഇയാൾ എന്ത് തീരുമാനിച്ചു, ഒരു സ്പേമായി മാറാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം എന്ത് സംഭവിക്കുമെന്ന് അറിയോ, ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അടുത്ത ലെവലിലോട്ട് ഡെവലപ്പ് ചെയ്യല്ലോ, സ്പേമായി മാറാനുള്ള പ്രോസസ്സ് ആരംഭിക്കല്ലോ. അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞാൽ അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. സോ ഒരു കാര്യം മനസ്സിലാക്കുക, സ്പെർമാറ്റോഗോണിയ ഇവിടെ ഉണ്ട്, അവർ നിരന്തരമായി ഡിവൈഡ് ചെയ്യുന്നു, കൂടുതൽ സ്പെർമാറ്റോഗോണിയകൾ ഉണ്ടാവുന്നു. അതിൽപ്പെട്ട ചില ആളുകൾ സ്പേമുകളായി മാറാനുള്ള സ്റ്റേജിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യൂല, മൈറ്റോസിസിലൂടെ പുതിയ സ്പെർമാറ്റോഗോണിയകൾ ഉണ്ടാവുന്ന പരിപാടിക്ക് നിൽക്കില്ല. അങ്ങനെ അടുത്ത ലെവലിലോട്ട് മാറിക്കഴിഞ്ഞാൽ അവരെന്ത് വിളിക്കും, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇനി അവർക്ക് സ്പേം ആയി മാറുക എന്നൊരു ഉത്തരവാദിത്തമാണുള്ളത്. അങ്ങനെ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ത് ചെയ്യും, മിയോട്ടിക് ഡിവിഷൻ നടത്തും. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. അങ്ങനെ പുതിയ 2 സെല്ലുകളായി മാറും. ഇവിടെ നമ്മൾ നടന്ന ഡിവിഷൻ്റെ പേരെന്താ, മൈറ്റോസിസ് അല്ലേ. എന്നാൽ ഇവിടെ നടന്ന ഡിവിഷൻ്റെ പേരെന്താ, മിയോസിസ് എന്നാണ്. ഈ മിയോസിസിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായി ഈ ഒരു സെല്ലിന് 46 ക്രോമസോം ഉണ്ട്. ഓക്കെ, ഇതിൽ 46 ക്രോമസോം ഉണ്ട്. ഇത് മിയോസിസിന് വിധേയമായി കഴിഞ്ഞാൽ, മിയോസിസ് നടന്നു കഴിഞ്ഞാൽ എന്താവും, പുതിയ 2 സെല്ലായി മാറൂലേ. ആ പുതിയ സെല്ലുകളിൽ ക്രോമസോമിൻ്റെ എണ്ണം എന്ത് ചെയ്യും, പകുതിയായിട്ട് കുറയും. ഇങ്ങനെയുള്ള ഡിവിഷനെ നമ്മളിത് വിളിക്കുക മിയോസിസ് എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾ നോക്ക്, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ പൂർത്തീകരിച്ച് 2 പുതിയ സെല്ലായല്ലോ, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് നടന്നത് എന്തിലൂടെയാണ്, മിയോസിസ് വഴിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ പുതിയ 2 സെല്ലുകളിലും കണ്ടോ നിങ്ങൾ, ക്രോമസോമിൻ്റെ എണ്ണം എത്രയാണ്, 23 ആണ്. സോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ 23 ക്രോമസോം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷന് വിധേയമാവും. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ, രണ്ടാമത്തെ മിയോട്ടിക് ഡിവിഷൻ പൂർത്തിയാവുമ്പോൾ അതൊരിക്കൽ കൂടി ഡിവൈഡ് ചെയ്ത് 4 സെല്ലുകളായി മാറും. കണ്ടോ, ഇത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ, ഇത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ. അങ്ങനെ പുതിയ 4 സെല്ലുകളുണ്ടായി. ഈ 4 സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റിഡുകൾ. എന്താ വിളിക്കുക, സ്പെർമാറ്റിഡുകൾ. ഈ സ്പെർമാറ്റിഡുകളിൽ 23 ക്രോമസോം തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു സംശയം, മിയോസിസ് നടന്ന ക്രോമസോമിൻ്റെ എണ്ണം പകുതിയായി കുറയൂലേ. ഇവിടെ 23 ആണെങ്കിൽ ഇവിടെ 11.5 വരണ്ടേ എന്നുള്ളത്. അങ്ങനെ വരില്ല. കാരണം ഈ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനിൽ ഇങ്ങനെ ക്രോമസോമിൻ്റെ എണ്ണത്തിൽ കുറവുണ്ടാവില്ല, ഈക്വൽ ആയിരിക്കും ഉണ്ടാവും കേട്ടോ. ഓക്കെ, സോ നമുക്ക് കയ്യിൽ 4 സ്പെർമാറ്റിഡുകൾ ഉണ്ടല്ലോ. അടുത്ത മൊമെൻറ്റിൽ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 4 സ്പെർമാറ്റിഡുകളും സ്പേമുകളായിട്ട് മാറും, സ്പേമുകളായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഈ ഒരു സമയത്ത് ക്രോമസോമുകളുടെ എണ്ണത്തിലോ സെല്ലുകളുടെ ഡിവിഷനുകളോ ഒന്നും തന്നെ നടക്കുന്നില്ല. ഈ സ്പെർമാറ്റിഡുകൾക്ക് ഷേപ്പ്, ഘടനയിൽ മാറ്റം വന്നിട്ട് അവർ ടെയിൽ, വാലുകളൊക്കെ ഫോം ചെയ്തിട്ട് 4 സ്പേമുകളായിട്ട് മാറും. ഓക്കെ, ആൻഡ് ദിസ് ടോട്ടൽ പ്രോസസ് ഈസ് കോൾഡ് സ്പെർമാറ്റോജനസിസ്. ഓക്കെ, ഇനി അപ്പോൾ സ്പെർമാറ്റോജനസിൽ നമ്മൾ പഠിക്കേണ്ടത് സ്പെർമാറ്റോഗോണിയ 46 ക്രോമസോം ഉണ്ട്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ 46 ക്രോമസോം ഉണ്ട്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിലും സ്പെർമാറ്റിഡിലും സ്പെർമാറ്റോസോയിലുമെല്ലാം 23 ക്രോമസോമാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഒരു പോയിൻ്റ് ഇവിടെ ചോദിക്കാറുള്ളത്, ഈ സ്പെർമാറ്റിഡുകൾ സ്പേമുകളായി മാറുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജനസിസ്. എന്താ വിളിക്കുക, സ്പെർമിയോജനസിസ്. ഓക്കെ, സോ സ്പെർമിയോജനസിസ് ആണ്. ഇതെന്തല്ല അറിയാം, സ്പെർമാറ്റോജനസിസ് അല്ല കേട്ടോ. സ്പെർമാറ്റോജനസിസ് എന്താ, ഈ ടോട്ടൽ പ്രോസസ്സിൻ്റെ പേരാണ്. സ്പെർമാറ്റോഗോണിയ സ്പേമായി മാറുന്നത് വരെയുള്ള ടോട്ടൽ പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക, സ്പെർമാറ്റോജനസിസ് എന്നാണ് വിളിക്കുക. എന്നാൽ സ്പെർമിയോജനസിസ് എന്നത് ഇതിൻ്റെ അവസാനത്തെ സ്റ്റേജ് ഉണ്ടല്ലോ, സ്പെർമാറ്റിഡുകൾ സ്പേംസായി മാറുന്ന ഈ ഒരു സ്റ്റേജിനെ മാത്രം വിളിക്കുന്ന പേരാണെന്ത്, സ്പെർമിയോജനസിസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ,
ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിത്രം നമ്മൾ നേരത്തെ ആഡ് ചെയ്താണ്. ജസ്റ്റ് പറഞ്ഞുതരാം. ഇത് സെല്ല്, ഇതാണ് ക്രോമസോം കേട്ടോ. ഇതിലിപ്പോൾ 1 2 3 4 5 6 7 8 ക്രോമസോം ഉണ്ടല്ലേ, അതിൽപ്പെട്ട ഒരു ക്രോമസോമാണ് ഈ കാണുന്നത്. ഓക്കെ, ആ ക്രോമസോമിലാണ് നമ്മുടെ DNA ഒക്കെ ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ 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 ഇനി ഈ ഒരു ചിത്രം എക്സാമിന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതെന്താണ്, ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉൾഭാഗമാണ്, ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചോദിക്കാവുന്നത് ലാബലിംഗ് വരും കേട്ടോ. ഇതാണ് സ്പെമാറ്റോഗോണിയ, ഇയാളാണ് സ്പേമായി മാറുന്നത്. അടുത്ത സ്റ്റേജിൽ ഇയാൾ എന്തായി മാറും, പ്രൈമറി സ്പെമാറ്റോസൈറ്റായി മാറും, അതാണ് ഇയാൾ. ഇനി സെർട്ടോളി സെല്ലുകൾ, സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അകത്തുള്ള സെർട്ടോളി സെല്ലുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇയാളുടെ ഫംഗ്ഷനാണ്, ഇയാളാണ് എന്തായി മാറുന്നത്, നറിഷ്മെൻറ്റ് സ്പേമിന് നറിഷ്മെൻറ്റ് കൊടുക്കുന്ന ഇയാളാണ്. അതുപോലെ പ്രൈമറി സ്പെമാറ്റോസൈറ്റ് ഓർമ്മയുണ്ടായിരിക്കണം. സ്പെമാറ്റിഡുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ സ്പെമാറ്റോസോവ അല്ലെങ്കിൽ സ്പേമുകൾ. ഈ ഒരു ചിത്രം ഇങ്ങനെ തന്നെ തന്നൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഒരു സ്പേമിൻ്റെ ചിത്രം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്പേമിൻ്റെ ചിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കുക, അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കുക. കാരണം സ്പേമിന് പ്രധാനമായിട്ട് ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടൈൽ, ഇത്രയും ഭാഗങ്ങളാണ് ഒരു സ്പേമിന് ഉണ്ടാവുക. ഈ സ്പേമിൻ്റെ ഹെഡിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് പ്ലാസ്മ മെംബ്രെയിൻ, ഏറ്റവും പുറമെ ലെയർ. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആക്രോസോം. ആക്രോസോമിൻ്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്രോസോം സ്ഥിരമായി ചോദിക്കുന്നൊരു ഭാഗമാണ്. ആക്രോസോമിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവുക, ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ടാവുക. ഡൈജസ്റ്റീവ് എൻസൈം കാണാൻ പറ്റും. ഈ ഡൈജസ്റ്റീവ് എൻസൈം സ്പേമിനെ ഓവത്തിൻ്റെ ഉള്ളിലോട്ട് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത്, ഫെർട്ടിലൈസേഷൻ നമുക്കറിയാം സ്പേം ഓവവുമായി കൂടിച്ചേരുന്ന വിളിക്കുന്ന പേരാണിത് ഫെർട്ടിലൈസേഷൻ. ഈ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് സ്പേമിനെ ഓവത്തിൻ്റെ അകത്തോട്ട് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇതൊരു സ്പേമാണ്, ഇത് ഓവമാണ്. ഈ സ്പേമിന് ഓവത്തിൻ്റെ അകത്തോട്ട് കയറി ചെല്ലാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് സ്പേമിൻ്റെ അറ്റത്തുള്ള ആക്രോസോമാണ്. ആക്രോസോമിൻ്റെ ഉള്ളിൽ ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ട്. ആ ഡൈജസ്റ്റീവ് എൻസൈം ഓവത്തിൻ്റെ വാൾ ബ്രേക്ക് ചെയ്ത് സ്പേമിൻ്റെ അകത്തോട്ട് പ്രവേശിപ്പിക്കാൻ വേണ്ടി സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട് ചോദിക്കുന്ന വേറെ പോയിൻ്റാണ്, ഇവിടെ തന്നെ അതിൻ്റെ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, മൈറ്റോകോൺട്രിയ. ദിസ് ഈസ് കോൾഡ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയൻ്റെ ഫംഗ്ഷൻ എന്താണ്, എനർജി സോഴ്സ് ഫോർ സ്വിമ്മിങ്. സ്പേമിനെ ഓവത്തിൻ്റെ അകത്തോട്ട് സ്വിം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഈ മൈറ്റോകോൺട്രിയ നൽകുന്ന എന്താണ്, എനർജിയാണ്. ഓക്കെ, സ്പേമിന് മൂവിങ് കപ്പാസിറ്റി ഉണ്ട്. സ്പേം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിലൂടെ സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ എനർജി കൊടുക്കുന്ന ആരാണ്, ഈ മൈറ്റോകോൺട്രിയയാണ്. ഓക്കെ, ഇതൊക്കെ ചോദിക്കാറുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക.